ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെ എല്ലാവിധ ഡിജിറ്റൽ തട്ടിപ്പുകൾക്കെതിരെയും നടപടി കർശനമാക്കാനൊരുങ്ങി കേന്ദ്രം. ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയായി 59,000 വാട്സപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തെന്ന് കേന്ദ്രം അറിയിച്ചു. 1700 സ്കൈപ്പ് അക്കൗണ്ടുകൾക്കെതിരെയും കേന്ദ്രം ഇതുവരെ നടപടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15 വരെ തട്ടിപ്പിലേർപ്പെട്ട 6.69 ലക്ഷം മൊബൈൽ സിം കാർഡുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ അറസ്റ്റിനെതിരെ ഉൾപ്പെടെ കർശന നടപടിയെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിപ്പുണ്ട്. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ ജാഗ്രത വേണമെന്നും ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്നും നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയതാണ്. ഇത്തരം തട്ടിപ്പുകൾ വരുമ്പോൾ പരിഭ്രാന്തരാകരുത്. ഒരു അന്വേഷണ ഏജൻസിക്കും ഇന്ത്യയിൽ ഡിജിറ്റൽ രീതിയിൽ അറസ്റ്റ് ചെയ്യാനാവില്ല. ഒരു വ്യക്തിഗത വിവരവും കൈമാറരുത്. ഉടൻ തന്നെ നാഷണൽ സൈബർ ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കണമെന്നും അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മൻ കി ബാത്തിൻ്റെ 115-ാം എപ്പിസോഡിലായിരുന്നു ഈ കാര്യം മോദി വിശദീകരിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ഒരാൾ തട്ടിപ്പ് നടത്തുന്ന ദൃശ്യവുമായാണ് മൻ കി ബാത്തിൽ ഡിജിറ്റൽ അറസ്റ്റിനെതിരെ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ദൃശ്യത്തിൽ കാണുന്നയാൾ തട്ടിപ്പിനിരയാക്കുന്ന ആളുടെ സ്വകാര്യ വിവരങ്ങൾ തേടുന്നു. പരിഭ്രാന്തനായ വ്യക്തി എല്ലാം തുറന്നു പറയുന്നു. അയാളുടെ പേരിൽ പരാതിയുണ്ടെന്നും അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്നും ആവശ്യപ്പെടുന്നു. കോടതി അടക്കം സംവിധാനങ്ങളിലേക്ക് കേസ് കൈമാറുന്നതായി കാണിക്കുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും നിരവധി പേർ ഇത്തരം തട്ടിപ്പിനിരയാകുന്ന സാഹചര്യത്തിലാണ് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. ഇത്തരം കോളുകൾ വന്നാൽ പരിഭ്രാന്തരാകരുത്. അത്തരം ഘട്ടങ്ങളിൽ പേടിക്കാതെ ചിന്തിച്ച് പ്രവർത്തിക്കണം. കഴിയുമെങ്കിൽ വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. പിന്നീട് ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ 1930 വിവരം അറിയിക്കണം. തുടർന്ന് cybercrime.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് തെളിവുകളടക്കം പരാതി അയക്കണം. പോലീസിലും വിവരങ്ങൾ കൈമാറാമെന്നും കേന്ദ്രം അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.